ആജാനുബാഹുവായ ഒരു കാക്കിധാരി. ദുർഗ അമ്പരപ്പിൽ അമർന്നു നിൽക്കുമ്പോൾ അയാളുടെ ശബ്ദമുയർന്നു. മീനാക്ഷിയമ്മയുടെ വീടല്ലേ ഇത്? കാക്കിധാരി കനത്ത ശബ്ദത്തിൽ തിരക്കി. അതെ സർ. ദുർഗയുടെ ശബ്ദം ഒന്ന് വിറച്ചു. ചെല്ലന്റെ അടുത്ത് നിന്ന് മീനാക്ഷിയമ്മ അറിയാതെ എഴുന്നേറ്റു. പൊടുന്നനെ കാക്കിധാരിക്ക് പിന്നിൽ മഞ്ഞിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടതുപോലെ വേറെ ചിലർ കൂടി നിരന്നു. 3 പോലീസുകാരും ഒരു വനിതാ പോലീസും. മുറി ആകമാനം ഒന്ന് നോക്കിയിട്ട് ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അകത്തു കടന്നു. ദുർഗ പിന്നോട്ട് മാറി. മറ്റുള്ളവർ വാതിൽക്കിൽ നിന്നു. ഞാൻ മറയൂർ SI ധർമ്മരാജൻ. നിങ്ങളിൽ നിന്ന് എനിക്ക് ചില വിവരങ്ങൾ അറിയണം. ദുർഗ മീനാക്ഷി അമ്മയെ നോക്കി. ഏതു നിമിഷവും താഴെ വീണേക്കാം എന്ന ഭാവത്തിൽ ഊർജം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് അവർ. SI എന്ന് കേട്ടതോടെ ചെല്ലൻ കൂടുതൽ വിറയ്ക്കാൻ തുടങ്ങി. ധർമ്മരാജൻ കൂർത്ത ദൃഷ്ടികളോടെ അവനെ നോക്കി. ഇവനേതാ? ഞങ്ങളുടെ കൂടെ പണിക്ക്. അയാൾ അമർത്തി മൂളിക്കൊണ്ട് മീശയിലൊന്ന് തടവി. ഇവനെന്താ വിറയ്ക്കുന്നത്? പനിയാ സാറേ, ദുർഗ പെട്ടെന്ന് അറിയിച്ചു. അതോ പോലീസിനെ കണ്ട് ഭയന്നിട്ടാണോ? അയ്യോ അല്ല സാറേ, പറഞ്ഞത് മീനാക്ഷിയമ്മയാണ്. ധർമ്മരാജൻ കുറെ കൂടി ഗൗരവത്തിലായി. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായ മറുപടി കിട്ടിയാൽ വന്നതുപോലെ ഞങ്ങൾ മടങ്ങും. അല്ലെങ്കിൽ അയാൾ അമ്മയെയും മകളെയും മാറി മാറി നോക്കി. അവർ ഇരുവരും മിണ്ടിയില്ല. ചോര ഉൾവലിഞ്ഞതുപോലെ മുഖം വിളറി. തുറന്ന വാതിൽക്കിൽ നിന്നിരുന്ന പോലീസുകാരെ മൂടിക്കൊണ്ട് മഞ്ഞ് അകത്തേക്ക് അരിച്ചരിച്ച് വന്നുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ ശർക്കര ഷെഡിൽ സുനന്ദ എന്നൊരു പെൺകുട്ടി വന്നിരുന്നു. എനിക്കറിയാം. പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചു? എനിക്ക് അത്രമാത്രം അറിഞ്ഞാൽ മതി. മീനാക്ഷി അമ്മയ്ക്കോ ദുർഗയ്ക്കോ നാവനങ്ങിയില്ല. ഇടിമിന്നൽ പോലെ ലെനിൻദാസിന്റെ മുന്നറിയിപ്പ് അവരുടെ മനസ്സിൽ മിന്നി. തങ്ങൾ വല്ലതും വിട്ടു പറഞ്ഞു പോയാൽ. ചോദിച്ചത് കേട്ടില്ലേ? ധർമ്മരാജന്റെ സ്വരം മാറി. ഞങ്ങൾ അങ്ങനെ ആരെയും കണ്ടില്ല സാറേ. അങ്ങനെ ആരും അവിടെ വന്നിട്ടില്ല. ദുർഗ വല്ല വിധേനയും ധൈര്യം സംഭരിച്ചു. നോക്ക്. ധർമ്മരാജൻ അവൾക്കടുത്തേക്ക് ഒരു ചുവട് വെച്ചു. ദുർഗ വീണ്ടും ഭയന്നു. ആ പെൺകുട്ടിയെ നിങ്ങളുടെ അടുത്തെത്തിച്ച ഓട്ടോ ഡ്രൈവർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് തടി തപ്പാമെന്ന് നോക്കണ്ട. രണ്ടിനെയും ഞാൻ അഴിക്കുള്ളിലാക്കും. വാസന്തി. സർ. വനിതാ കോൺസ്റ്റബിൾ അകത്തേക്ക് വന്ന് അറ്റൻഷനായി. ഇത് വാസന്തി. സ്ത്രീകളെ കൊണ്ട് സത്യം പറയിക്കാൻ ഇത്രയും കഴിവുള്ള ഒരു വനിതാ പോലീസ് കേരള പോലീസിൽ വേറെ ഇല്ല. ധർമ്മരാജന്റെ മുന്നറിയിപ്പ്. തങ്ങൾ പെട്ടുകഴിഞ്ഞെന്ന് മീനാക്ഷിയമ്മയ്ക്കും ദുർഗയ്ക്കും തോന്നി. കനത്ത തണുപ്പ് കാരണം അവരിരുവരും കമ്പിളിയുടുപ്പുകൾ ധരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കുടുകുടെ വിയർക്കാൻ തുടങ്ങി. എന്താടി നിന്റെ പേര്? വാസന്തി ദുർഗയെ നോക്കി. ദുർഗ. ആ, സാറ് ചോദിച്ചതിന് സത്യസന്ധമായി ഉത്തരം പറഞ്ഞോ? ഇല്ലെങ്കിൽ. വാസന്തി കണ്ണുരുട്ടി. അവരുടെ തടിച്ച ശരീരവും കല്ലിച്ച ഭാവവും കണ്ടപ്പോൾ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് ദുർഗ തീർച്ചയാക്കി. സുനന്ദയെ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഷെഡിൽ വന്നിട്ടില്ല. സത്യമാണ് സർ ഞാൻ പറയുന്നത്. ദുർഗ കൈകൂപ്പി. പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമവും നടത്തുകയായിരുന്നു ദുർഗ. വാസന്തി വിളിച്ചിട്ട് ധർമ്മരാജൻ തിരിഞ്ഞു നടന്നു. ഇങ്ങോട്ട് വരീൻ. വാസന്തി അമ്മയുടെയും മകളുടെയും കൈക്ക് പിടിച്ചു. ഇരുവരും കിടുങ്ങി. സാറേ. നിലവിളി പോലെ ഒരു ശബ്ദം മീനാക്ഷിയമ്മയുടെ തൊണ്ടയിൽ കുരുങ്ങി. ശബ്ദിക്കരുത്. വാസന്തി പല്ലു ഞെരിച്ചു. ഇത്രയും നേരം ചോദിച്ചിട്ടും നിങ്ങൾ സത്യം പറഞ്ഞില്ല. ഇനി അത് പറയിക്കാൻ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളുണ്ട്. SIക്കും പോലീസുകാർക്കും പിന്നാലെ വാസന്തി അവരെ നടത്തി. റോഡിൽ പോലീസ് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് കയറ്. ഒരു പോലീസുകാരൻ പിന്നിലെ ഡോർ തുറന്നു പിടിച്ചു. ഇരുവരും കയറി. ഒപ്പം വാസന്തിയും മറ്റു പോലീസുകാരും. SI ജീപ്പിനൊന്ന് വലം വെച്ച് മുൻസീറ്റിലെത്തി. ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തു. ശർക്കര ഷെഡിനടുത്തെത്തുമ്പോ പറയണം. SI പിന്നോട്ട് തലതിരിച്ച് ദുർഗയെ നോക്കി.
അവൾ മൂളി. കനത്ത മഞ്ഞിലൂടെ ജീപ്പ് മുന്നോട്ട് നീങ്ങി. മറ്റൊരു ഷെഡിൽ തലേന്ന് രാത്രി ഉണ്ട പിടിച്ച ശർക്കര ചാക്കിലാക്കി ഒരു കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നത് അവർ കണ്ടു. കുറച്ചപ്പുറത്ത് റോഡിന്റെ ഓരത്ത് ടെമ്പോ കിടന്നിരുന്നു. കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്ന ചാക്കുകെട്ടുകൾ ടെമ്പോയിൽ അടുക്കുന്നു. അവിടെ നിർത്തിയാ മതി. തങ്ങളുടെ ഷെഡിനടുത്ത് എത്താറായപ്പോൾ ദുർഗ മന്ത്രിച്ചു. ജീപ്പ് വേഗത കുറഞ്ഞ് ഇടത്തേക്ക് ചേർന്ന് നിന്നു. പിന്നിലിരുന്ന പോലീസുകാരൻ ഡോർ തുറന്നു. ഇറങ്ങി വാ. വാസന്തിയോടൊപ്പം മീനാക്ഷിയമ്മയും ദുർഗയും ഇറങ്ങി. കാലുകൾ വേച്ചു പോയതുപോലെ മീനാക്ഷിയമ്മ മകളുടെ ചുമലിൽ അമർത്തിപ്പിടിച്ചു. അതാണോ ഷെഡ്? ധർമ്മരാജൻ കരിമ്പിൻ തോട്ടത്തിലേക്ക് കൈ ചൂണ്ടി. ദുർഗ തല കുലുക്കി. മഞ്ഞിലൂടെ സൂര്യരശ്മികൾ കടന്നു വന്നു തുടങ്ങി. അപ്പോൾ 1000 മഴവില്ലുകൾ തെളിഞ്ഞതുപോലെ തോന്നി. നടക്ക്. ആദ്യം ദുർഗയും പിന്നാലെ മീനാക്ഷിയമ്മയും മുകളിലേക്ക് നടന്നു തുടങ്ങി. ശർക്കര ഷെഡിന് പുറത്തെത്തിയപ്പോൾ ധർമ്മരാജൻ പറഞ്ഞു, നിൽക്ക്. അവർ നിന്നു. അയാൾ ആ പരിസരമൊക്കെ ആദ്യമൊന്ന് നിരീക്ഷിച്ചു. കരിമ്പിൻ പൂക്കുലുകൾ മഞ്ഞിൽ കുളിച്ച് പഞ്ഞി പോലെ ഒട്ടി നിൽക്കുന്നു. ധർമ്മരാജൻ തല കുനിച്ച് ഷെഡിലേക്ക് കയറി. ഒരു ഭാഗത്ത് അടുക്കി വെച്ചിരിക്കുന്ന ചാക്കുകെട്ടുകൾ, ഭക്ഷണപാത്രങ്ങൾ. പൊടുന്നനെ അയാളുടെ കണ്ണുകൾ കൊപ്പറയിൽ പതിഞ്ഞു. ധർമ്മരാജന്റെ പുരികങ്ങൾ ചുളിഞ്ഞു. കണ്ണുകൾ കൂർത്തു. വാസന്തി, അവരെ ഇങ്ങ് കൊണ്ടുവാ. അടുത്ത നിമിഷം വാസന്തി മീനാക്ഷിയമ്മയെയും ദുർഗയെയും ഷെഡിലേക്ക് തള്ളി. ധർമ്മരാജൻ അപ്പോൾ കുനിഞ്ഞ് കൊപ്പറയ്ക്കുള്ളിലെ പാനിയിൽ തൊട്ടു നോക്കുകയായിരുന്നു. അത് പാറ പോലെ ഉറച്ചിരിക്കുന്നു. അയാൾ നിവർന്ന് തിരിഞ്ഞു. തോക്കിൻകുഴലിലൂടെ എന്ന വണ്ണം അവരെ നോക്കി. നല്ല ചൂടോടെയല്ലേ ശർക്കരയുണ്ട പിടിക്കേണ്ടത്? വാൾ കൊണ്ട് നെഞ്ചിനു കുറുകെ വെട്ടു കിട്ടിയതുപോലെ മീനാക്ഷിയമ്മയും ദുർഗയും ഞെട്ടി. ആ അതെ. ദുർഗ വരണ്ട ചുണ്ടനക്കി. ഇതിനെ ഉണ്ട പിടിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താ ഇന്നലെ നിങ്ങൾ അത് ചെയ്യാതിരുന്നത്? ആയിരങ്ങളുടെ നഷ്ടമല്ലേ ഇതുകൊണ്ടുണ്ടായത്? ഇരുവർക്കും ഉത്തരം മുട്ടി. പറയാൻ. പിന്നിൽ നിന്ന് വാസന്തി ദുർഗയുടെ ചുമലിൽ വിരലുകൾ ഒന്നമർത്തി. ആ വേദനിച്ച് പുളഞ്ഞുപോയി ദുർഗ. ഇന്നലെ ഉണ്ട പിടിക്കാതെ എല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ കാരണമെന്താ? എല്ലാം അറിഞ്ഞതുപോലെയായിരുന്നു ധർമ്മരാജന്റെ ചോദ്യം. അത് പിന്നെ മീനാക്ഷിയമ്മ സംസാരിച്ചു. ചെല്ലന് പെട്ടെന്ന് പനിയും വിറയലും വന്നപ്പോ. വേണ്ട. ഒച്ചയുയർത്തിക്കൊണ്ട് ധർമ്മരാജൻ കൈ ഉയർത്തി. ഇനിയും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് രണ്ടാളും കരുതണ്ട. നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഇത്രയും നേരം ഞാൻ മാന്യത കൈവിട്ടില്ല. ഇനി എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വാക്കുകൾക്കിടയിലെ അപകടം ഇരുവർക്കും ബോധ്യമായി. അടുത്ത നിമിഷം എന്തോ കണ്ടിട്ട് ധർമ്മരാജൻ മുന്നോട്ട് നീങ്ങി. ഉറഞ്ഞ ശർക്കരയ്ക്ക് മേതെ ഒരു കറുത്ത ചെറു പാമ്പിനെ പോലെ എന്തോ പറ്റിപ്പിടിച്ചു കിടക്കുന്നു. അയാൾ ചുറ്റും നോക്കി. ഓലക്കിടിയിൽ തിരികെ വെച്ചിരുന്ന കരിമ്പ് വെട്ടുന്ന കത്തി കണ്ണിൽ തടഞ്ഞു. ധർമ്മരാജൻ അത് വലിച്ചെടുത്തു. പിന്നെ പോലീസുകാരനെ വിളിച്ചു. പ്രഭാകര. സർ. കോൺസ്റ്റബിൾ പ്രഭാകരൻ അകത്തെത്തി. ധർമ്മരാജൻ കത്തി നീട്ടി. അതെന്താണെന്ന് നോക്ക്. പ്രഭാകരൻ കത്തി വാങ്ങി. കൊപ്പറയുടെ വക്കിൽ ഇടതുകാൽ ചവിട്ടിക്കൊണ്ട് മുന്നോട്ടാഞ്ഞ് ആ കറുത്ത സാധനം കുത്തിയിളക്കാൻ തുടങ്ങി. ദുർഗയ്ക്കും മീനാക്ഷിയമ്മയ്ക്കും ശ്വാസം വിലങ്ങി. പ്രഭാകരൻ ആ സാധനം കുത്തി ഉയർത്തി. ഒരു നീളൻ പുകയില പോലെ അത് ഇളകി വന്നു. പ്രഭാകരൻ അതെടുത്ത് എസ്ഐയുടെ കയ്യിൽ കൊടുത്തു. 1.5 അടിയോളം നീളമുള്ള ഒരു കറുത്ത വടി പോലെയാണ് ആദ്യം തോന്നിയത്. പക്ഷേ ധർമ്മരാജൻ വെളിച്ചത്തിലേക്ക് ഇറങ്ങി അത് പരിശോധിച്ചു. ഒരു പിടി തലമുടി. ശർക്കര ഉണങ്ങിപ്പറ്റി അത് വടി പോലെ ആയതാണ്. എന്താ ഇത്? ഒന്നും അറിയാത്തതുപോലെ അയാൾ മീനാക്ഷിയമ്മയെ നോക്കി. അവർ മിണ്ടിയില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം. മുടിയാണിത്. ഒരു പെണ്ണിന്റെ മുടി. ഇത്രയും മുടി ഒന്നിച്ച് എങ്ങനെ ഇതിനുള്ളിൽ വന്നെന്ന് നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. വാസന്തി. സർ. വിളിയുടെ അർത്ഥം മനസ്സിലാക്കി മീനാക്ഷിയമ്മയുടെ കവിളത്ത് ഒറ്റ അടിയായിരുന്നു വാസന്തി. മോളെ. നിലവിളിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ കവിളിൽ കൈപൊത്തി. വായിൽ ചോരയുടെ രുചി. എന്റെ അമ്മ ഒന്നും ചെയ്യല്ലേ. ഞാൻ എല്ലാം പറയാം.
ദുർഗ വാസന്തിയെ തടയാനഞ്ഞു. വേണ്ടടി, നീ ഇനി ഒന്നും പറയണ്ട. ഇത്രയും നേരം ചോദിച്ചിട്ടും സത്യം പറയാത്ത നിന്റെ നാക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആരെയാണ് ഇതിനുള്ളിലിട്ട് കൊന്നതെന്ന് നിന്റെ അമ്മ പറഞ്ഞോളൂ. അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ദുർഗയുടെ കണ്ണിൽ നിന്നും 2 തുള്ളികൾ കവിളിലേക്ക് അടർന്നു. വാസന്തി, ടേക്ക് ഹെർ. സുനന്ദയെ കൊന്ന കുറ്റത്തിന് 2 പേർക്കും ഇനിയുള്ള കാലം ജയിലിൽ കഴിയാം. ധർമ്മരാജൻ പുറത്തിറങ്ങി. 2 പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ട് മീനാക്ഷി അമ്മയുടെയും ദുർഗയുടെയും ഒപ്പം ജീപ്പിന് നേരെ നടന്നു. സാറേ, ഞങ്ങളെ കൊണ്ടുപോകല്ലേ. ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ഉണ്ടായത് എന്താണെന്ന് ഞങ്ങൾ പറയാം. കാല് പിടിക്കുന്നത് പോലെയായിരുന്നു ദുർഗയുടെ വാക്കുകൾ. പറച്ചിലൊക്കെ ഇനി അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട്. ധർമ്മരാജൻ ജീപ്പിൽ കയറി. മീനാക്ഷി അമ്മയെയും ദുർഗയെയും ജീപ്പിൽ കയറ്റുന്നത് കണ്ട് അതുവഴി വന്ന ചിലർ സംശയത്തോടെ നോക്കി നിന്നു. മറയൂർ പോലീസ് സ്റ്റേഷൻ. ഇരച്ചു വന്ന ജീപ്പ് സ്റ്റേഷൻ മുറ്റത്ത് നിൽക്കുന്ന വലിയ പുളിമരച്ചോട്ടിൽ ബ്രേക്ക് ഇട്ടു. വാസന്തി മീനാക്ഷി അമ്മയെയും ദുർഗയെയും പുറത്തിറക്കി സ്റ്റേഷനിലേക്ക് നടത്തി. മീനാക്ഷി അമ്മയുടെ ഉടൽ വല്ലാതെ വിറകൊണ്ടു. 10 വർഷം മുമ്പ് താൻ ഇവിടെ വന്നിട്ടുണ്ട്. ശിവജിയെ ഒരു നോക്ക് കാണാൻ അനുവദിക്കണമെന്ന അപേക്ഷയുമായി. പക്ഷേ പോലീസ് സമ്മതിച്ചില്ല. സ്ത്രീകളുമായി സ്റ്റേഷനിലേക്ക് കയറി വരുന്ന SIയെ കണ്ട് SI സക്കറിയ കിടുങ്ങിപ്പോയി. ധർമ്മരാജൻ സാർ എല്ലാം കണ്ടെത്തി കഴിഞ്ഞെന്ന് അയാൾക്കുറപ്പായി. ലെനിൻദാസിന് ഇനി രക്ഷപ്പെടാൻ കഴിയുമോ? സൂത്രത്തിൽ പുറത്തിറങ്ങിയ അയാൾ ലെനിൻദാസിന്റെ നമ്പറുകളിൽ കുത്തി. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. MLA ഗോപിദാസിനോട് വിവരം പറയുന്നത് നല്ലതാണെന്ന് സക്രിയയ്ക്ക് തോന്നി. ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ പിടിവിട്ടു പോകും. പിന്നെ ഗോപിദാസ് സാർ കുറ്റപ്പെടുത്തുന്നത് തന്നെയായിരിക്കും. അയാൾ പുറത്ത് പഴയ ഒരു ലോറി കിടന്നിരുന്ന ഭാഗത്തേക്ക് മാറി നിന്നു. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ ഗോപിദാസിന്റെ സെൽഫോണിലേക്ക് കോൾ അയച്ചു. അപ്പുറത്ത് പാട്ട് കേട്ടു. പെട്ടെന്ന് സക്കറിയുടെ തോളിൽ ഒരു കരം അമർന്നു. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. SI ധർമ്മരാജൻ. കത്തിയെരിയുന്ന കണ്ണുകൾ. സാർ. സക്രിയ പരുങ്ങി. താൻ ആരെയാ വിളിക്കുന്നത്? അത് പിന്നെ ഭാര്യയാ സാർ. ഇന്നലെ രാത്രി അവൾക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഇപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. സക്രിയ കാൾ കൊട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ധർമ്മരാജൻ ആ ഫോൺ പിടിച്ചു വാങ്ങി. ലൗഡ് സ്പീക്കർ മോഡിലിട്ടുകൊണ്ട് സക്രിയ അയാളുടെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. എന്താ സക്രിയ രാവിലെ? അപ്പുറത്തു നിന്ന് MLA ഗോപിദാസിന്റെ ശബ്ദം. സക്രിയ വല്ലാതെ വിളറിപ്പോയി. ധർമ്മരാജൻ കാൾ കട്ട് ചെയ്തു. പിന്നെ സക്രിയയെ നോക്കി. താൻ കല്യാണം കഴിച്ചത് MLA ഗോപിദാസിനെയാണോ? അതോ തന്റെ പെണ്ണുപിള്ളയെ ഗോപിദാസിന്റെ കിടപ്പറയിലാക്കിയിട്ടാണോ താൻ ഇങ്ങോട്ട് പോകുന്നത്? അവരുടെ തലവേദന മാറ്റിക്കൊടുക്കാൻ. സക്കറിയുടെ തല കുനിഞ്ഞു. ധർമ്മരാജൻ ഫോൺ ഓഫ് ചെയ്തു. പിന്നെ അയാളുടെ കൈ പിടിച്ചു നീട്ടി കൈവേളിയിലേക്ക് ഫോൺ വച്ചു കൊടുത്തു. ഇനി ഞാൻ അറിയാതെ MLAക്കോ മകനോ ഇതിൽ നിന്നൊരു കോൾ പോയാൽ സബോർഡിനേറ്റ് എന്ന യാതൊരു പരിഗണയും തരത്തില്ല തനിക്ക് ഞാൻ. സസ്പെൻഷനോ അതല്ല ഇനി ജോലി പോയാൽ തന്നെയും വേണ്ടില്ല. തന്നെ ചവിട്ടി ഒടിച്ച് ഇനി ഒരിക്കലും നടക്കാൻ പറ്റാത്ത പരുവത്തിലാക്കും ഞാൻ. മൈൻഡ് ഇറ്റ്. അയാളുടെ പുരുകത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ധർമ്മരാജൻ വെട്ടിത്തിരിഞ്ഞു. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന വണ്ണം പെട്ടെന്ന് നിന്നു. പട്ടിയെ പോലെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ല പണി വേറെ തനിക്ക് കിട്ടും. പക്ഷേ ഇപ്പൊ ഞാൻ അതിന്റെ പേര് പറയുന്നില്ല. പിന്നെ ഒന്നോർത്തോ, ആ പെണ്ണിന്റെ തിരോധാനത്തിൽ തന്റെ MLAയുടെ മോന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പൊന്നു കറിയാച്ച രക്ഷപ്പെടില്ല അവൻ. ഇനി രക്ഷപ്പെടുത്താൻ അങ്ങ് തലസ്ഥാനത്തുനിന്ന് ദൈവങ്ങൾ നേരിട്ടിങ്ങ് മറയൂറിൽ അവതരിച്ച പോലും വിടില്ല ഞാൻ. അതല്ല, വിടേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായ 3-ാം പക്കം ചോരപ്പെടുത്ത ലെനിൻ ഈ ലോകത്തോടുള്ള ദ്രോഹം അവസാനിപ്പിക്കാൻ വേണ്ടത് ചെയ്തിരിക്കും ഞാൻ. സ്റ്റേഷൻ വാതിൽക്കൽ നിൽക്കുന്ന പോലീസുകാർ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു എന്നത് ശ്രദ്ധിക്കാതെ ഷൂസുകൾ കൊണ്ട് തറയെ പ്രകമ്പനം കൊള്ളിച്ച് ധർമ്മരാജൻ തന്റെ ക്യാബിനിലേക്ക് നടന്നു. വാസന്തി, അവരെ കൊണ്ടുവാ. ധർമ്മരാജൻ അകത്ത് കടന്ന് തന്റെ കസേരയിൽ ഇരുന്നതിന് പിന്നാലെ വാസന്തി മീനാക്ഷി അമ്മയെയും ദുർഗയെയും അകത്തെത്തിച്ചു. ആ വാതിൽ അടച്ചേര് വാസന്തി.
ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. പിന്നെ ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഇവർ എന്ത് പറയുന്നു എന്നത് തൽക്കാലം പുറത്താരും അറിയണ്ട. സർ, ധർമ്മരാജൻ ഒരു ചെറിയ വീഡിയോ ക്യാമറ എടുത്ത് വസന്തിയെ ഏൽപ്പിച്ചു. ഒന്നും വിട്ടുപോകരുത്. നോ സർ. വസന്തി ക്യാമറ ഓൺ ചെയ്തു. നിങ്ങൾ ഇരിക്കണം. ധർമ്മരാജൻ മീനാക്ഷിയമ്മയും ദുർഗയെയും നോക്കിക്കൊണ്ട് കസേരയിലേക്ക് കൈ ചൂണ്ടി. വേണ്ട സർ, ഞങ്ങൾ. ദുർഗ പൂർത്തിയാക്കും മുമ്പ് ധർമ്മരാജന്റെ ശബ്ദമുയർന്നു. ഇരിക്കാൻ. അവരിരുവരും പെട്ടെന്നിരുന്നു. നോക്ക്, ഇന്നലെ അവിടെ നടന്നത് എന്താണെന്ന് ഒന്നും വിട്ടുപോകാതെ നിങ്ങൾ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അകത്താകും. ദൈവം തമ്പുരാന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ആ പെണ്ണ് ജീവനോടില്ല എന്നത് എനിക്ക് ഉറപ്പായ കാര്യമാണ്. കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം സർ. ദുർഗ ഏതാണ്ട് തീരുമാനിച്ച ഭാവത്തിലായി. സത്യം ഒന്നും മറച്ചു വെക്കില്ല ഞങ്ങൾ. പക്ഷേ പറഞ്ഞാൽ ലെനിൻ ഞങ്ങളെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഞാൻ നോക്കിക്കൊള്ളാം. മോളെ. മീനാക്ഷിയമ്മ ദയനീയമായി ദുർഗയെ നോക്കി. അമ്മയൊന്ന് അടങ്ങിയിരിക്ക്. ഇനി അവൻ കൊന്നാലും ഞാൻ എല്ലാം പറയാൻ പോവുകയാണ്. പിന്നെ മീനാക്ഷിയമ്മയ്ക്ക് മകളെ തടയാനായില്ല. സുനന്ദ അവിടെ വന്നിരുന്നു സർ. അവൾ ആദ്യം മുതൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഒക്കെ മുന്നിൽ കാണുന്നത് പോലെ ധർമ്മരാജന്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. രോഷം കാരണം അയാളുടെ ഉള്ളം കൈയിൽ പേപ്പർ വെയിറ്റ് ഞെരിഞ്ഞമർന്നു. വസന്തി എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ മന്നവൻ ചോലയിലാണ് അവളുടെ ശരീരം താഴ്ത്തിയിരിക്കുന്നത് അല്ലേ? ധർമ്മരാജൻ എഴുന്നേറ്റു. അങ്ങനെയാണ് സർ ലെനിൻ തിരുമൂർത്തിക്ക് നിർദ്ദേശം കൊടുത്തത്. അവരും എഴുന്നേറ്റു. ഓക്കെ. അയാൾ വാസന്തിയുടെ കയ്യിൽ നിന്നും ക്യാമറ വാങ്ങി അതിൽ നിന്നും ടേപ്പ് എടുത്ത് തന്റെ കീശയിലിട്ടു. ആര് ചോദിച്ചാലും ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞെന്ന് പറയണ്ട. എത്ര ചോദിച്ചിട്ടും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? ആയി. ഇരുവരും തലയാട്ടി. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ മാത്രം ആളുകൾക്ക് സംശയം തീരില്ല. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ശർക്കര പിടിക്കാതെ പോകുന്നത് ഇപ്പോൾ അവിടെ നിൽക്കുന്ന പോലീസുകാർ ഒക്കെയ്ക്കും നാളെ പുലരും മുമ്പ് ഞാൻ പരിഹാരം ഉണ്ടാക്കിയിരിക്കും. വാസന്തി. സർ. താനും കൂടി കേൾക്കാനാണ് പറയുന്നത്. മനസ്സിലായി സർ. അതുകൊണ്ട് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് പിന്നീട് എടുക്കാം. ശരി സർ. ധർമ്മരാജൻ വാതിൽ വലിച്ചു തുറന്നു. മുന്നിലെ ഹാളിൽ സക്കറിയയും വേറെ പോലീസുകാരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മറയൂർ ടൗണിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നതിന്റെ ഒച്ച. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല അല്ലേ? പോലീസുകാർ കേൾക്കാനായി SI ദുർഗയോടും മീനാക്ഷിയമ്മയോടും ചൂടായി. ഇപ്പൊ പൊയ്ക്കോ. പക്ഷേ നിങ്ങൾക്ക് സുനന്ദയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ. ഇരുവരും തലകുനിച്ച് ഇറങ്ങിപ്പോയി. ധർമ്മരാജൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പോലീസ് ജീപ്പിൽ തന്നെ നിങ്ങളെ അവിടെ കൊണ്ടുവിടും. ഇരുവരും തലയാട്ടി. പോലീസ് ഡ്രൈവർ അവരെ ജീപ്പിൽ കയറ്റി കാന്തല്ലൂർക്ക് തിരിച്ചു. എല്ലാം കണ്ടു നിന്നിരുന്ന സക്കറിയുടെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. വീടിന് മുന്നിലുള്ള റോഡിൽ പോലീസ് വന്നു നിന്നു. മീനാക്ഷിയമ്മയും ദുർഗയും ഇറങ്ങി. തെല്ലകലെയുള്ള വീട്ടുകാർ മുറ്റത്തിറങ്ങി നിന്ന് അവിടേക്ക് ഉറ്റുനോക്കി. വാ മോളെ, ചെല്ലൻ എന്തിയേ ആവോ? മീനാക്ഷിയമ്മ തിടുക്കത്തിൽ നടന്നു. തൊട്ടു പിന്നാലെ ദുർഗയും എത്തി. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്ന് ആദ്യം അകത്തു കടന്ന ദുർഗ ചെല്ലൻ കിടന്ന ഭാഗത്തേക്കാണ് നോക്കിയത്. തലവഴി മൂടിപ്പുതച്ച നിലയിൽ നീണ്ടു നിവർന്ന് നിശ്ചലം കിടക്കുന്നു ചെല്ലൻ. ഈശ്വര! ആ കിടപ്പിൽ അവൾക്ക് എന്തോ ആപത്ശങ്ക തോന്നി. ഒറ്റ കുതിപ്പിൽ അവൾ ചെല്ലന്റെ അരികിലെത്തി. ചെല്ലാ വിളിച്ചുകൊണ്ട് അവൾ അവന്റെ ശിരസിന്റെ ഭാഗത്തു നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി. ഒന്നേ നോക്കിയുള്ളൂ. അമ്മേ! നടുക്കം കൊള്ളിക്കുന്ന ഒരലർച്ചയോടെ അവൾ പിന്നോട്ട് മാറി. മോളെ! കാര്യം എന്താണെന്ന് അറിയാതെയാണെങ്കിലും മീനാക്ഷി അമ്മയും നിലവിളിച്ചു പോയി. പിന്നെ അവർ ചെല്ലനെ തുറച്ചു നോക്കി. മൂടി പൊതിച്ച് കിടന്നിരുന്ന ചെല്ലനായിരുന്നില്ല. പകരം മറ്റൊരാൾ. പിരിച്ചു വെച്ചിരിക്കുന്ന കട്ടിമീശ, ക്രൂരത നിറഞ്ഞ മുഖം. കണ്ണടച്ച് കിടക്കുകയാണ് അയാൾ. അതോ ചത്തു കിടക്കുകയാണോ? ആരാ? ദുർഗ വല്ല വിധേനയും തിരക്കി.
അടുത്ത നിമിഷം ആ മനുഷ്യൻ കണ്ണുകൾ തുറന്നു. ചോര ചുവപ്പുള്ള വട്ട കണ്ണുകൾ. അയാൾ വാ തുറന്നപ്പോൾ ഒരു ചെന്നായുടെ കോമ്പലുകൾ പോലെ തോന്നി. പേടിച്ചു പോയോ രണ്ടുപേരും? ചോദിച്ചുകൊണ്ട് അയാൾ പുതപ്പ് മാറ്റി പായിൽ എഴുന്നേറ്റിരുന്നു. തിരുമൂർത്തി. അവർ ആളെ തിരിച്ചറിഞ്ഞു. ദുർഗയ്ക്ക് വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി. നിങ്ങൾ എന്ത് തോന്നിയാസമാണ് കാണിച്ചത്? വഴിയെ പോകുന്ന ഗുണ്ടകൾക്കും തെമ്മാടികൾക്കും കയറിക്കിടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഓഹോ! യാതൊരു ഭാവഭേദവും കൂടാതെ തിരുമൂർത്തി എഴുന്നേറ്റ് നിന്ന് കൈകൾ വീശിക്കുടഞ്ഞു. ഉലക്ക പോലെയുള്ള കൈകൾ. മരക്കൊമ്പ് ഒടിയുന്നത് പോലെ ഞൊട്ടകൾ അവർ കേട്ടു. ഗുണ്ടകളും തെമ്മാടികളുമൊക്കെ സത്രത്തിലാ കഴിയുന്നതെന്ന് മോളോട് ആരാ പറഞ്ഞത്? ചത്തു മണ്ണടിഞ്ഞ നിന്റെ തന്തയോ? എടാ! അവൾ കൈ ചൂണ്ടി. രോഷത്താൽ വിരലിന്റെ അഗ്രം വിറച്ചു. വെറുതെ കിടന്ന് പിടയ്ക്കില്ലേ പെണ്ണെ, എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല. പാറയിൽ ചിരട്ട കൊണ്ട് ഉരസുന്നത് പോലെയായിരുന്നു അയാളുടെ ശബ്ദം. അമ്മേ! പുറത്തോട്ടിറങ്ങി നിലവിളിച്ച ആളെ കൂട്ടമ്മേ! ദുർഗ മീനാക്ഷിയമ്മയെ നോക്കി പറഞ്ഞു. അനങ്ങിപ്പോവരുത്. ഞൊടിയിടയിൽ തിരുമൂർത്തി അറയിൽ നിന്നൊരു കടാര വലിച്ചെടുത്തു. പൂളിക്കളയും ഞാൻ രണ്ടിനി, മാങ്ങ പൂളും പോലെ പറഞ്ഞേക്കാം. നിനക്ക് എന്ത് വേണം? അവസാനം അസഹ്യതയോടെ മീനാക്ഷിയമ്മ തിരക്കി. അത് ന്യായം. ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാനാ ഞാൻ വന്നത്. അല്ലെങ്കിൽ നീൻ എന്നെ അയച്ചത്. രാവിലെ പോലീസ് ഇവിടെ വന്നിട്ട് എന്തായി? നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? കടാരമുന കൊണ്ട് അയാൾ ഇടംകൈയുടെ തള്ളവിരലിലെ നഖത്തിൽ ഉരസിക്കൊണ്ടിരുന്നു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ദുർഗ മുഖം വെട്ടിച്ചു. ഒന്നും പച്ചക്കള്ളം. ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നേ പറഞ്ഞുള്ളൂ. അതങ്ങോട്ട് വിഴുങ്ങാൻ പറ്റുന്നില്ലല്ലോ പെണ്ണെ. ധർമ്മരാജിനെ പോലെയുള്ള ഒരു ഇൻസ്പെക്ടറുടെ മുന്നിലെത്തിയിട്ട് ഒന്നും അറിയില്ലെന്ന് മാത്രം പറഞ്ഞ. അയാൾ തല ഇടം വലം കുലുക്കി. ഇവ പറഞ്ഞത് സത്യമാ മൂർത്തി. മീനാക്ഷിയമ്മയും മകളെ പിന്താങ്ങി. നടന്ന സംഭവം ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ആ പോലീസുകാര് ഞങ്ങളെ മടക്കി അയക്കുമായിരുന്നോ? ആ ചോദ്യത്തിൽ അല്പം കാര്യമുള്ളതുപോലെ തോന്നി തിരുമൂർത്തിക്ക്. ചെല്ലൻ എന്തിയെ? താനവനെ കൊന്നോ? ദുർഗ മുറി ആകെ നോക്കി. അടുത്ത നിമിഷം അകത്തു നിന്നൊരു ഞെരക്കം കേട്ടു. അവൾ അങ്ങോട്ടോടി. അവിടെ കൈകാലുകൾ ബന്ധിച്ച് മുഖത്തിനു മുകളിൽ തോർത്ത് ചുറ്റിക്കെട്ടിയ നിലയിൽ ചെല്ലൻ കിടക്കുന്നു. ചെല്ല! അവൾ ആദ്യം ആ തോർത്ത് അഴിച്ചു മാറ്റി. ചേച്ചി! ദുർബല ശബ്ദത്തിൽ അവൻ വിലപിച്ചു. സംശയത്തോടെ ദുർഗ മൂക്ക് വിടർത്തി. അവന്റെ വായിൽ നിന്നും വല്ലാത്തൊരു ഗന്ധം. നാവ് കുഴയുന്നുണ്ട്. എന്താടാ ഇത്? അയാൾ നിന്നെ വല്ലതും ചെയ്തോ? ഇല്ല, പക്ഷേ ഇത്തിരി മരുന്ന് കൊടുത്തു. തൊട്ടു പിന്നിൽ നിന്ന് തിരുമൂർത്തിയുടെ ശബ്ദം. ഞാൻ വരുമ്പോ ചെക്ക പനിച്ച് പിടിച്ച് കിടന്ന് വിറയ്ക്കുക. കവളിൽ കുത്തിപ്പിടിച്ച് കുറച്ച് ബ്രാണ്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പനിക്ക് ബെസ്റ്റാ. ദുഷ്ടാ! അവൾ ചീറി. തന്നോട് ആര് പറഞ്ഞു ഈ മുറിക്കുള്ളിൽ കയറാൻ? ഇറങ്ങു വെളിയിൽ. എപ്പം എവിടെ കയറണമെന്ന് ഇറങ്ങണമെന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് തോന്നുമ്പോ തോന്നുന്നിടത്ത് ഞാൻ കയറും. അവൾ ചാടി എഴുന്നേറ്റു. അത് ഈ വീട്ടിൽ പറ്റില്ല. ഇറങ്ങണ പുറത്ത്. ദുർഗയ്ക്ക് കലി കയറി. അയാൾ അവളെ അടിമുടി നോക്കി ശബ്ദമില്ലാതെ ചിരിച്ചു. പിന്നെ കടാരമുന അവളുടെ തൊണ്ടക്കുഴിയിൽ മുട്ടിച്ചു. വിടട ചെലുത്താനെ! മീനാക്ഷിയമ്മ പാഞ്ഞു വന്നു. അനങ്ങരുത്! അയാൾ കടാരമുന ഒന്ന് അമർത്തി. പിടിച്ചു നിർത്തിയതുപോലെ മീനാക്ഷിയമ്മ നിന്നു. നോക്ക്, നിങ്ങളൊരു കിഴവി, പിന്നെ താഴെ കിടക്കുന്ന ഈ ചള്ള് ചെറുക്കൻ, രണ്ടാളും എനിക്ക് പ്രശ്നമല്ല. ഇവളെ ഒന്ന് അനുഭവിക്കണമെന്ന് ഈ നിമിഷം ഞാൻ അങ്ങ് തീരുമാനിച്ചു പോയാലുണ്ടല്ലോ, അത് നടത്തിയിരിക്കും. അയാൾ മിഠായി നുണയുന്ന ഭാവത്തിൽ ദുർഗയെ അടിമുടി നോക്കി. പെട്ടെന്ന് തിരുമൂർത്തിയുടെ സെൽഫോൺ കരഞ്ഞു. ദുർഗയുടെ കഴുത്തിൽ നിന്ന് കടാര മാറ്റാതെ അയാൾ ഇടം കൈ കൊണ്ട് അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. നമ്പർ നോക്കിയിട്ട് റിസീവിംഗ് ബട്ടൺ അമർത്തി കാതോട് ചേർത്തു. അവര് മടങ്ങി വന്നു ലെനിൻ മുതലാളി. ആ, ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. അല്പനേരത്തെ സംസാരം കൂടി. കാൾ കട്ട് ചെയ്ത് അയാൾ ഫോൺ വീണ്ടും പോക്കറ്റിലിട്ടു. വല്ലതും വിട്ട് പറഞ്ഞിട്ടുണ്ടേ രണ്ടിനി കാച്ചിയേക്കാനാ മുതലാളി പറഞ്ഞിരിക്കുന്നെ.
പെറുപിറുത്തുകൊണ്ട് അയാൾ ദുർഗയ്ക്ക് നേരെ തിരിഞ്ഞു. ആ, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി കൂടി പറഞ്ഞേക്കാം. എനിക്കെതിരെ എന്തെങ്കിലും നമ്പർ ഇറക്കിയ നേരത്തെ പറഞ്ഞത് നടത്തും ഞാൻ. പിന്നെ കാര്യങ്ങൾ എന്തായിന്ന് അറിഞ്ഞിട്ട് രാത്രിയിലെ ഇനി മടങ്ങി പോകൂ. തിരുമൂർത്തി രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് തുടർന്നു. ഉച്ചയ്ക്ക് എനിക്കും ആഹാരം വേണം. അഥവാ ആരെങ്കിലും ഇവിടേക്ക് വന്നാൽ എന്നെക്കുറിച്ച് ഒരു സൂചന പോലും അവർക്ക് കിട്ടാൻ പാടില്ല. സൂചന കിട്ടിയാൽ എന്റെ കവചം ഇവനാ, ഈ ചെക്കൻ. ഇവന്റെ കഴുത്ത് കോഴിയെ കണ്ടിക്കും പോലെ ഞാൻ അങ്ങ് കണ്ടിച്ചു കളയും. അത് കേട്ട് തറയിൽ കിടന്നിരുന്ന ചെല്ലൻ പൂക്കുല പോലെ വിറച്ചു. പിള്ളേരെ! പൊടുന്നനെ മുറ്റത്ത് നിന്ന് അമരാവതി തള്ളയുടെ ശബ്ദം. തിരുമൂർത്തി ദുർഗയുടെ കഴുത്തിൽ നിന്ന് കടാര മാറ്റി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, രണ്ടുപേരും അങ്ങോട്ട് ചെല്ല്. ശബ്ദം താഴ്ത്തി മൂർത്തി അറിയിച്ചു. ഇവൻ എന്റെ കസ്റ്റഡിയിലുണ്ടെന്നത് മറക്കണ്ട. തിരുമൂർത്തി ഒരു പഴയ കസേര എടുത്തു. ചെല്ലൻ നടുവിൽ വേർത്തക്കവണ്ണം അതിന്റെ കാലുകൾ അവന് അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് അതിനു മീതെയിരുന്നു. മീനാക്ഷിയമ്മയും ദുർഗയും മുൻഭാഗത്തേക്ക് ചെന്നു. തള്ള വടി ഭിത്തിയിൽ ചാരി വെച്ചിട്ട് വാതിൽപ്പടിയിലിരുന്നു. നിങ്ങളെ പോലീസ് കൊണ്ടുപോയെന്ന് കുഴിയിലെ വാസുദേവൻ പറഞ്ഞല്ലോ പിള്ളേരെ, നേരാണോ? തള്ള തിരക്കി. ആന്നമ്മച്ചി. മീനാക്ഷിയമ്മ വല്ലതും പറയും മുമ്പ് ദുർഗ പറഞ്ഞു. ഇവിടെ എങ്ങാണ്ട് വെച്ച് ഒരു പെണ്ണിനെ കണ്ടില്ല പോലും. അതേക്കുറിച്ച് തിരക്കാനാ കൊണ്ടുപോയത്. പിന്നെന്തിനാ ശർക്കര ഷെഡിൽ പോലീസ് കാവൽ നിൽക്കുന്നേ? ഇപ്പോഴും ഒരു വണ്ടി പോലീസ് വന്നിട്ടുണ്ട്. ഈ കാന്തല്ലുകാര് മുഴുവനും ഉണ്ട് അവിടെ. അകത്തു നിന്നിരുന്ന തിരുമൂർത്തിക്ക് അത് കേട്ട് സംശയമായി. ദുർഗയുടെ മറുപടിക്കായി അയാൾ കാതോർത്തു. വല്ല തെളിവും അവിടുന്ന് കിട്ടുമോന്ന് നോക്കുമായിരിക്കും അവര്. ഏറെ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് തള്ള പോയത്. അത്രയും നേരം തീക്കാലിന് മുകളിൽ നിൽക്കുന്ന അനുഭവമായിരുന്നു മീനാക്ഷിയമ്മയ്ക്കും ദുർഗയ്ക്കും. തള്ള പോയ പാടെ തിരുമൂർത്തി പാഞ്ഞെത്തി. ശർക്കര ഷെഡിൽ നിന്നും പോലീസിന് തെളിവ് വല്ലതും കിട്ടിയോ? അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ആ ഓട്ടോക്കാരൻ പറഞ്ഞത് സുനന്ദയെ അവിടെ കൊണ്ടുവിട്ടെന്നല്ലേ, അതുകൊണ്ടായിരിക്കും പോലീസ് തിരയുന്നത്. ദുർഗ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തിരുമൂർത്തിക്ക് തോന്നി. ഉണ്ടാക്കാൻ അവിടെ അരിയും പൊരിയും ഒന്നുമില്ല, ദുർഗ പറഞ്ഞു. ദേ പെണ്ണെ, വേഷം കെട്ടെടുക്കല്ലേ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും എനിക്കറിയാം. കത്തുന്ന ഭാവത്തിൽ അയാളെ ഒന്ന് നോക്കിയിട്ട് ദുർഗ അകത്തേക്ക് പോയി. അവൾ ആദ്യം ചെല്ലന്റെ കൈകാലുകളിലെ കെട്ടഴിച്ചു. ഈ നേരത്ത് ശർക്കര ഷെഡിൽ എത്തിയിരുന്നു SI ധർമ്മരാജൻ. ചുറ്റും തിങ്ങിക്കൂടിയ ജനത്തെ അകറ്റി നിർത്തിയിരിക്കുകയാണ് പോലീസുകാർ. എന്താ സാറേ പ്രശ്നം? കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജ് അയാൾക്കരികിലെത്തി. ഇന്നലെ ഇവിടെ ഒരു പെൺകുട്ടി എത്തിയിരുന്നു. പിന്നീട് ആരും അവളെ കണ്ടിട്ടില്ല. ധർമ്മരാജൻ കാര്യം ചുരുക്കത്തിൽ വിശദീകരിച്ചു. കനകരാജന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഇന്നലെ രാത്രി ഞാൻ ഈ വഴി പോകുമ്പോ എതിരെ ഒരു ജീപ്പ് പോകുന്നത് കണ്ടു. നേരത്തെ കണ്ടിട്ടുള്ള ജീപ്പാണോ? ധർമ്മരാജന് ഉത്സാഹമായി. കനകരാജ് ചുറ്റുമൊന്ന് നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി. ലെനിന്റെ ജീപ്പായിരുന്നു സർ, എനിക്കറിയാം. പക്ഷേ ഞാനിത് പറഞ്ഞെന്ന് അറിയാമല്ലോ സാറിന്. നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സർ. ഈ മറയൂരിൽ ഗോപിദാസും ലെനിൻദാസും തീരുമാനിക്കുന്നതിനപ്പുറം ഒന്നും നടക്കത്തില്ല. ശരി, ധർമ്മരാജൻ തലയിളക്കി. നേരം ഉച്ചയോടടുക്കുകയാണ്. കത്തുന്ന വെയിലിലും ഭൂമിക്ക് നേർത്ത തണുപ്പ്. എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു ദുർഗ. ഇപ്പോൾ തനിക്കുള്ള കവചമായി മുൻഭാഗത്തെ മുറിയിൽ മീനാക്ഷിയമ്മയെ ഇരുത്തിയിരിക്കുകയാണ് തിരുമൂർത്തി. ഇതുവരെ വെന്തില്ലേടി? പിന്നിൽ ശബ്ദം കേട്ട് ദുർഗ തിരിഞ്ഞു. വാതിൽപ്പടികളിൽ കൈകളൂന്നി അവളുടെ മേനിയഴകിൽ കണ്ണുകൾ ഉറപ്പിച്ചു നിൽക്കുകയാണ് തിരുമൂർത്തി. നിങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നുണ്ടോ? അവൾക്ക് ദേഷ്യം വന്നു. ഉണ്ടാക്കിയത് മതി, ഇങ്ങെടുത്തോണ്ട് വാ. അവളെ ഒന്നുകൂടി നോക്കിയിട്ട് അയാൾ പിൻവാങ്ങി. ദുർഗയുടെ പല്ലുകൾ ഞെരിഞ്ഞു. ഇക്കളി ഇങ്ങനെ തുടർന്നാ പറ്റില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ആഹാരം വിളമ്പുന്നതിനിടയിൽ അവൾ തിരിഞ്ഞ് ചെല്ലനെ നോക്കി. ഇത്തിരി ആശ്വാസം കിട്ടിയതുപോലെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് അവൻ. അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു.
അവൻ അടുത്തു വന്നു. എന്ത് ചേച്ചി? ഭയന്ന ശബ്ദത്തിൽ പതുക്കെയാണ് അവൻ തിരക്കിയത്. നീ പിന്നാമ്പുറത്തേക്ക് ഇറക്കി എവിടെയെങ്കിലും ഒളിച്ചിരുന്നോ? ചേച്ചി അയാളെ കൊല്ലാൻ പോവുകയാണോ? അതൊന്നുമല്ലടാ. ചെല്ലൻ പുറത്തിറങ്ങി. തള്ള പോയി ആഹാരം ഇങ്ങ് എടുത്തോണ്ട് വാ. മീനാക്ഷി അമ്മയോട് തിരുമൂർത്തി പറയുന്നത് ദുർഗ കേട്ടു. ഒരു ഗ്ലാസും കുറച്ച് വെള്ളവും വേണം. മീനാക്ഷി അമ്മ അടുക്കളയിലേക്ക് വന്നു. വിളറി ദയനീയമായ മുഖം. അമ്മ എവിടുന്ന് മാറിക്കോ. അവൾ ശബ്ദം താഴ്ത്തി. മോളെ. മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു. മകൾ എന്തു ഭാവിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പേടിക്കണ്ട അമ്മേ, ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും സംസാരിച്ച് നിൽക്കാനുള്ള നേരമല്ലിത്. മനസ്സില്ലാ മനസ്സോടെ മീനാക്ഷിയമ്മയും അടുക്കള ഭാഗത്തുകൂടി പുറത്തു കടന്നു. ദുർഗ ഭക്ഷണം കൊണ്ടുചെന്ന് തിരുമൂർത്തിക്ക് മുന്നിൽ തറയിൽ വെച്ചു. അയാൾ ആർത്തിയോടെ തന്റെ നെഞ്ചിലേക്ക് നോക്കുന്നത് കണ്ട് അവൾ വേഗം നിവർന്നു. മൂർത്തി വഷളം ഭാവത്തിൽ ചിരിച്ചു. വെള്ളം ഗ്ലാസും കിട്ടിയില്ല. അയാൾ ഒരു പൈന്റ് റം എടുത്ത് തറയിൽ വെച്ചു. ഇതിവിടെ പറ്റത്തില്ല. ഉടനെ അയാൾ ഖടാരയെടുത്ത് മുന്നിൽ വെച്ചു. ഒന്നും മിണ്ടാതെ ദുർഗ അകത്തുപോയി വെള്ളവും ഗ്ലാസും കൊണ്ടുവന്നു. മിടുക്കി. അവൾ അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. പിന്നെ പോയി പുറത്തേക്കുള്ള വാതിൽക്കലിരുന്നു. നീ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അയാളുടെ പുരുകം ചുളിഞ്ഞു. ആരേലും ഇങ്ങോട്ട് വരുന്നോന്ന് നോക്കേണ്ടേ? അത് വേണം. നിനക്ക് വകതിരിവുണ്ട്. പക്ഷേ അടുത്ത നിമിഷം അവൾ എഴുന്നേറ്റ് റോഡിലേക്ക് ഒറ്റയോട്ടം. എടി പൊട്ടിച്ചി! അലറിക്കൊണ്ട് ഗ്ലാസ്സിലൊഴിച്ച മദ്യം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തിരുമൂർത്തി ചാടി എഴുന്നേറ്റു. അയാൾ അടുത്ത മുറിയിലേക്ക് പാഞ്ഞു. പക്ഷേ ചെല്ലനെയോ മീനാക്ഷിയമ്മയെയോ അവിടെ എങ്ങും കണ്ടില്ല. തനിക്ക് ചതി പറ്റിയെന്ന് മൂർത്തിക്ക് ബോധ്യമായി. ദുർഗ റോഡിലെത്തിയതും കുന്നിറങ്ങി ഒരു പോലീസ് ജീപ്പ് വരുന്നു. തൽക്കാലത്തേക്ക് അന്വേഷണം മതിയാക്കി SI ധർമ്മരാജനും സംഘവും മടങ്ങി വരികയായിരുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച അവൾ ജീപ്പിന് നേരെ ഓടി. അവളുടെ തൊട്ടു മുന്നിൽ പോലീസ് ജീപ്പ് ബ്രേക്ക് ഇട്ടു. എന്താ ദുർഗെ? ധർമ്മരാജൻ ചാടിയിറങ്ങി. അവിടെ അവൾ തന്റെ വീടിന് നേരെ കൈ ചൂണ്ടി ഒരു നിമിഷം കിതച്ചു. വീട്ടിൽ തിരുമൂർത്തി. ധർമ്മരാജൻ മുന്നോട്ട് കുതിച്ചു. അതിനിടെ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ഫോളോ മീ. അവരും ചാടിയിറങ്ങി SIക്ക് പിന്നാലെ ഓടി. മൂർത്തി! വീടിന്റെ വാതിൽ തുറന്ന് ധർമ്മരാജൻ അകത്തേക്ക് പാഞ്ഞു കയറി. മദ്യക്കുപ്പിയും ഗ്ലാസും അയാളുടെ കാൽക്കീഴിൽ ചിതറിപ്പോയി. മൂർത്തി അവിടെ ഇല്ലായിരുന്നു. ധർമ്മരാജൻ അടുത്ത മുറിയും പരിശോധിച്ചു. കണ്ടില്ല. അയാൾ പിന്നാമ്പുറത്തേക്ക് ചാടി. തെല്ലകലെ കരുമ്പ് ചെടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കാട്ടുപന്നിയെ പോലെ ഒരാൾ പായുന്നത് ധർമ്മരാജൻ കണ്ടു. അയാൾ പിന്നാലെ പാഞ്ഞു. പോലീസുകാരും. പക്ഷേ മൂർത്തിയെ കിട്ടിയില്ല. കുറെ കഴിഞ്ഞ് യൂണിഫോം വിയർപ്പിൽ കുളിച്ച് പോലീസ് സംഘം മടങ്ങിയെത്തി. അപ്പോഴേക്ക് ഒളിച്ചിരുന്ന ഭാഗത്തു നിന്നും ചെല്ലനും മീനാക്ഷിയമ്മയും എത്തിയിരുന്നു. എന്താ ഇവിടെ നടന്നത്? ഗൗരവത്തോടെ ചോദിച്ചിട്ട് SI ബെഞ്ചിലിരുന്നു. ദുർഗയും മീനാക്ഷിയമ്മയും ചേർന്ന് രാവിലെ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ മുതൽ ഉണ്ടായ കാര്യം പറഞ്ഞു. എന്തോ ചിന്തിച്ചുകൊണ്ട് SI തലയാട്ടി. അയാൾ ഇനിയും വരും സാറേ, ഞങ്ങക്ക് പേടിയാ. മീനാക്ഷിയമ്മ വിറയലോടെ പറഞ്ഞു. പേടിക്കണ്ട. ധർമ്മരാജൻ തിരിഞ്ഞു. പ്രഭാകര. സർ. കോൺസ്റ്റബിൾ പ്രഭാകരൻ മുന്നോട്ട് വന്നു. എന്തു താൻ എവിടെ ഉണ്ടാകണം? സർ, ഈ രാത്രിയിൽ ഞാൻ അവരെ പൊക്കിയിരിക്കും, ലെനിനെയും മൂർത്തിയെയും. ഉറച്ച ശബ്ദമായിരുന്നു അത്. സാർ, നിങ്ങൾ പേടിക്കണ്ട. ഒരിക്കൽ കൂടി മീനാക്ഷിയമ്മയോടും ദുർഗയോടും പറഞ്ഞിട്ട് ധർമ്മരാജൻ ജീപ്പിനു നേരെ നടന്നു. നേരം സന്ധ്യ. കരിമ്പിൻ തോട്ടങ്ങൾക്ക് നടുവിലുള്ള ആ ചെറിയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ലെനിൻ ദാസ്. മുറിയിൽ റാന്തലിന്റെ വെളിച്ചം. തളർന്ന അവശനായി തിരുമൂർത്തി അവിടെ എത്തിയതേയുള്ളൂ. ആ കഴിവേറി മോള് ദുർഗ അവിടെ ചതിച്ച മുതലാളി. ഭാഗ്യം കൊണ്ടാ ഞാൻ ധർമ്മരാജന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കസേരയിലേക്ക് വീഴുകയായിരുന്നു തിരുമൂർത്തി. ലെനിൻദാസിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. മൂർത്തി, ഇനി അവൾക്ക് അധികം ആയുസില്ല. ശിവജി ജയിലിൽ നിന്ന് വരും മുമ്പ് അവൾക്ക് നമ്മൾ പട്ടട തീർത്തിരിക്കും. അവൻ ഒരു കുപ്പി മദ്യമെടുത്ത് മൂർത്തിയുടെ നേർക്ക് നീട്ടി. അയാൾ അത് വാങ്ങി. കോഴിയുടെ കഴുത്തൊടിക്കും പോലെ കുപ്പിയുടെ അടപ്പൂരി.
പിന്നെ ആർത്തിയോടെ വായിലേക്ക് ചരിച്ചു. 2-3 കവിൾ അകത്താക്കിയിട്ടേ അയാൾ കുപ്പി വായിൽ നിന്ന് മാറ്റിയുള്ളൂ. അവിടെ നടന്നതൊന്ന് വിസ്തരിച്ചു പറ. തിരുമൂർത്തി എല്ലാം പറഞ്ഞു. ലെനിൻ തലയാട്ടിക്കൊണ്ട് കേട്ടു. അപ്പോൾ സുനന്ദയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പോലീസ് പുറത്തു വിട്ടിട്ടില്ല അല്ലേ? അത് നന്നായി. ലെനിൻ ഒരു സിഗരറ്റ് കത്തിച്ചു. പിന്നെ ഫോൺ എടുത്ത് SI സക്കറിയെ വിളിച്ചു. അയാളെ ലൈനിൽ കിട്ടി. എന്തായി സാറേ കാര്യങ്ങൾ? ആകെ പ്രശ്നമാ ലെനിൻ. ധർമ്മരാജൻ സാറിന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാം. അതുകൊണ്ട് ഒന്നിനും എന്നെ അടുപ്പിക്കുന്നില്ല. ലെനിനെയോ ഗോപി സാറിനെയോ വിളിച്ചുകൂടെന്നാ എനിക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. അയാളിപ്പോ എവിടെയുണ്ട് ധർമ്മരാജൻ? സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഞാൻ പോരുമ്പോ. എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാ. സാറിപ്പോ സ്റ്റേഷനിലല്ലേ? അല്ല, ക്വാർട്ടേഴ്സിലാ. എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ വിളിക്കാം. കാൾ കട്ട് ചെയ്ത് ലെനിൻ ഫോൺ പോക്കറ്റിലിട്ടു. മുറിയിലൂടെ 2-3 ചാൽ നടന്നു. മൂർത്തി റാന്തലിന്റെ തിരി അല്പം കൂടി നീട്ടിവെച്ചു. വളപ്പുരയായി ഉപയോഗിക്കുന്ന കെട്ടിടമായിരുന്നു അത്. ലെനിന്റെ നടത്തം നിർത്തി. മൂർത്തി, എന്താ മുതലാളി? നമ്മുടെ കുറച്ച് ആളുകളെ വിളിക്കണം. അച്ഛൻ ഇതുവരെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. ധർമ്മരാജൻ എന്നെ തേടി അച്ഛൻ്റെ അടുത്ത് എത്തും മുമ്പ് നമുക്ക് അയാളെ കാണണം. മൂർത്തി അപ്പോൾ തന്നെ തന്റെ ആളുകൾക്ക് ഫോൺ ചെയ്തു. അടുത്ത നിമിഷം ലെനിന്റെ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്തു. ASI സക്കറിയ. പറയൂ സർ. ധർമ്മരാജൻ സാർ എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിനോ ഉള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എനിക്ക് വിളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം. ലെനിൻ തിടുക്കത്തിൽ തിരിഞ്ഞു. മൂർത്തി, നമ്മുടെ ആളുകളോട് എത്രയും വേഗം ഇവിടെ വരാൻ പറ. മൂർത്തി വീണ്ടും അവർക്ക് ഫോൺ ചെയ്തു. 1/2 മണിക്കൂർ കഴിഞ്ഞു. അതിനിടെ ലെനിനും മൂർത്തിയും കൂടി ആ കുപ്പി തീർത്തു. പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ ഇരമ്പൽ. മൂർത്തി ജനാലയ്ക്ക് അരികിലേക്ക് മാറി നിന്നു നോക്കി. കരിമ്പോലകൾക്ക് മീതെ കൂടി ഒരു പ്രകാശം വീശി തിരിഞ്ഞു വരുന്നു. നേർത്ത മഞ്ഞിൽ കരിമ്പിൻ പൂക്കൾ വെള്ളി പോലെ വെട്ടിത്തിളങ്ങി. അവരെത്തിക്കഴിഞ്ഞു. മൂർത്തി പിൻവാങ്ങി. മൂർത്തി, പുറപ്പെടും മുമ്പ് നമ്മൾ തീരുമാനിക്കുകയാണ്. നാളെ നേരം പുലരുമ്പോൾ SI ധർമ്മരാജൻ ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ ഇല്ലാതാകുന്നത് നമ്മളായിരിക്കും. ലെനിൻ തീരുമാനിച്ചുറച്ചിരുന്നു. എനിക്കറിയാം മുതലാളി. ധർമ്മരാജന് ഇന്ന് രാത്രി ചന്ദനത്തിൽ തീർത്ത പട്ടട അത് ഞാൻ ഒരുക്കിയിരിക്കും. മൂർത്തി ഉറപ്പു നൽകി. കെട്ടിടത്തിന് പുറത്ത് വാഹനം നിന്നു. പോയേക്കാം. ലെനിൻ വാതിലിന്റെ കൊളുത്തെടുത്തു. മൂർത്തി റാന്തൽ അണയ്ക്കാൻ ഭാവിക്കുകയായിരുന്നു. പുറത്തുനിന്ന് വാതിലിലൊരു തള്ള്. അത് മലർക്കെ തുറക്കപ്പെട്ടു. ലെനിൻ കിടുങ്ങി പിന്നോട്ട് മാറി. വാതിൽക്കിൽ നിന്നൊരു കൈ നീണ്ടുവന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.